ഗീത സ്വന്തം ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്ക് താമസിക്കാൻ വന്നതായിരുന്നു. പക്ഷേ അവൾക്ക് നഗരത്തിൽ എവിടെയും ജോലി ഒന്നും കിട്ടിയില്ല. ഗീത ധാരാളം അന്വേഷിച്ചു നടന്നു. അങ്ങനെ ജോലി അന്വേഷിച്ചു നടന്ന് അവൾ തളർന്നു. അവൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലായിരുന്നു. അതിനാൽ ജോലി ലഭിക്കാൻ എളുപ്പമായിരുന്നില്ല. എന്റെ ദൈവമേ, എന്തെങ്കിലും ഒരു ജോലി ശരിയാവണേ. ഈ നഗരത്തിലെത്തിയിട്ട് 1 മാസം ആക്കുവാണ്. എന്നിട്ടും ഇതുവരെ ഒരു ജോലിയും കിട്ടിയില്ല. ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഈ നഗരം ഞാൻ ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ. അല്ലെങ്കിൽ ഞാൻ വിശന്ന് മരിക്കും. ഇന്ന് അവസാനമായിട്ട് ജോലിക്ക് ശ്രമിക്കാൻ പോവാണ്. ഇന്നും ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടിയും വരും. ഗീത ഒരു ഓഫീസിലേക്ക് ജോലി അന്വേഷിച്ചു ചെന്നു. സർ, എന്റെ പേര് ഗീത എന്നാണ്. എനിക്കിവിടെ എന്തെങ്കിലും ജോലി കിട്ടുമോ സർ? ആഹാ, തീർച്ചയായും കിട്ടും. നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് സർ. 10ാം ക്ലാസ് മാത്രോ? ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞത് ഗ്രാജുവേഷനെങ്കിലും ഉണ്ടായിരിക്കണം. ക്ഷമിക്കണം സാർ, എന്റെ കയ്യിൽ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. എങ്കിൽ നിങ്ങൾക്കിവിടെ ജോലിയൊന്നുമില്ല. സാർ, എനിക്ക് വേറെ എന്തെങ്കിലും ജോലി തരാമോ? എനിക്ക് പാചകം നന്നായിട്ട് അറിയാം. എല്ലാം തുടച്ച് വൃത്തിയാക്കാം, പാത്രങ്ങളും കഴുകി വെക്കാം. പക്ഷേ ഈ ജോലികളെല്ലാം വീട്ടുവേലക്കാർക്കുള്ളതല്ലേ? അതെ സർ, ഞാൻ വേലക്കാരുടെ പണിയെടുത്തോളാം സർ. എന്ത് ജോലിയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എന്നാ ശരി, ഞങ്ങളുടെ വേലക്കാരി ഈ നഗരം വിട്ടു പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അവളുടെ ഒഴിവിൽ കയറിക്കോളൂ. ആ ശരി സർ, എനിക്ക് ഓക്കെയാണ്, സമ്മതമാണ്. എന്നാൽ ഇതെന്റെ വീടിന്റെ അഡ്രസ്സാണ്. നാളെ രാവിലെ 10 മണിയാവുമ്പോൾ എത്തണം കേട്ടോ. ശരി സർ, ഞാൻ വന്നോളാം. നന്ദിയുണ്ട്. ഗീത കാർഡ് വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അതിന് കാരണം അവൾക്കിപ്പോ ഒരു ജോലി ലഭിച്ചിട്ടുണ്ട്. ഭഗവാനെ, നിനക്ക് കോടി പ്രണാമം. ഈ ജോലി എനിക്ക് വാങ്ങി തന്നല്ലോ. വേലക്കാരിയായിട്ടാണെങ്കിൽ എന്താ, എനിക്ക് ഈ നഗരം വിട്ടിട്ട് പോകേണ്ടി വരില്ലല്ലോ. ഗീത അടുത്ത ദിവസം രാവിലെ തന്നെ അയാൾ കൊടുത്ത അഡ്രസ്സിലേക്ക് പോയി. അവൾ നോക്കുമ്പോ അതൊരു വലിയ വീടായിരുന്നു. ഗീത വീടിന്റെ കോളിംഗ് ബെൽ അടിച്ചു. അകത്തുനിന്നും അയാൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ വരൂ വരൂ, അകത്തേക്ക് വരൂ. നോക്കൂ, ഇതാണ് എന്റെ വീട്. അയാൾ അവളെ അകത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് തന്റെ അടുക്കള കാണിച്ചു കൊടുത്തു. ഇതാണ് കിച്ചൺ. ഇവിടെ നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. നിനക്ക് ഇന്ന് തന്നെ ജോലി തുടങ്ങാം. ഗീത വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കി. അവൾ ആ ഭക്ഷണവുമായിട്ട് അയാൾക്കരികിലേക്ക് ചെന്നു. ഇതാ സർ, കഴിക്കൂ. സാറിന്റെ ഭക്ഷണം റെഡിയാണ്. അയാൾ ആഹാരം കഴിച്ചു. ആഹാ, കൊള്ളാമല്ലോ. ഇത് വളരെ രുചികരമാണ്. നീ എല്ലാ ഭക്ഷണവും ഇതുപോലെ സ്വാദിഷ്ടമായി ഉണ്ടാക്കോ? അതെ സർ, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാം. എന്നാ ശരി, ഇന്നു മുതൽ നിനക്ക് ഇവിടെ സ്ഥിരമായി ജോലി ചെയ്യാം. അങ്ങനെ ഗീത എന്നും അയാൾക്ക് വേണ്ടി സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കിക്കൊടുത്തു. അയാളുടെ കൂടെ അവിടെ നിന്ന് ജോലി ചെയ്തപ്പോൾ ബിസിനസിന്റെ പല കാര്യങ്ങളും അവൾക്ക് പഠിച്ചെടുക്കാൻ കഴിഞ്ഞു. അയാൾക്ക് സ്വന്തമായി ഒരു BMW കാർ ഉണ്ടായിരുന്നു. ഗീതയ്ക്കും BMW കാർ വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ഗീത ആ കാറിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് അതിനെ തൊട്ടു നോക്കാൻ തുടങ്ങി. ആ കാറൊന്ന് തൊട്ടു നോക്കിയപ്പോൾ ഗീതയ്ക്ക് കൂടുതൽ താല്പര്യമായി. അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്റെ ഭഗവാനെ, എന്റെ കയ്യിലും ഇതുപോലൊരു കാർ ഉണ്ടായിരുന്നുവെങ്കിൽ. ഗീത അതുപോലൊരു BMW കാർ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. ഗീത ആ വാഹനത്തിൽ തൊട്ടു നോക്കിക്കൊണ്ടിരിക്കുന്നത് അയാൾ കണ്ടു. അയാൾക്ക് തോന്നി ഗീത ആ വാഹനം അഴുക്കാക്കുകയാണെന്ന്. അത് കണ്ട് ദേഷ്യത്തിൽ അയാൾ ഗീതയെ വഴക്കു പറഞ്ഞു. നീ എന്താ ഈ ചെയ്യുന്നത്? അത് ഒന്നുമില്ല സർ, ഞാൻ വെറുതെ ഒന്ന് തൊട്ടു നോക്കിയതാ. എന്റെ കാർ തൊട്ടു നോക്കാനുള്ള ധൈര്യമായോ നിനക്ക്? സർ, ഞാനും ഇതുപോലൊരു കാറ് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വേലക്കാരിയായിരുന്നിട്ട് BMW കാർ ആഗ്രഹിക്കുന്നു? ഗീതയെ കളിയാക്കിക്കൊണ്ട് അയാൾ ഉറക്കി ഉറക്കി ചിരിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടപ്പോ ഗീത വളരെയധികം വിഷമിച്ചു. ഗീതയ്ക്ക് ഒരു BMW എത്രയും വേഗം വാങ്ങിക്കണമെന്ന് വാശി വന്നു. ഇപ്പോ ഗീത അയാളുടെ വീട്ടിൽ ജോലിക്ക് കയറിയിട്ട് 1 വർഷമായി. കുറച്ചു പണം അവൾക്ക് സമ്പാദിക്കാനും കഴിഞ്ഞു. അവൾ ഒരു BMW കാർ ലോൺ എടുത്തു വാങ്ങി. പിന്നീട് അവൾ എവിടെ പോകുമ്പോഴും ഈ കാർ ഉപയോഗിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. ചിലപ്പോഴെങ്കിലും അയാളുടെ ഭക്ഷണം ഓഫീസിലെത്തിക്കാനും ഈ കാറിൽ പോകുമായിരുന്നു.
അങ്ങനെ എല്ലായ്പ്പോഴും അവൾ തന്റെ BMW ആണ് ഉപയോഗിച്ചിരുന്നത്. ഒരു വേലക്കാരി BMW വരുന്നത് കണ്ട് അവിടെയുള്ള എല്ലാവരും ആശ്ചര്യപ്പെടാറുണ്ടായിരുന്നു. BMW കാർ സ്വന്തമായി ഉണ്ടായിരുന്നതുകൊണ്ട് അയാൾ എവിടെ പോകുമ്പോഴും ഗീതയെയും അയാളുടെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. ഗീതയങ്ങനെ ഓഫീസിൽ പോയും അയാളുടെ കൂടെ മീറ്റിംഗുകളിൽ പങ്കെടുത്തും അവൾ ബിസിനസിന്റെ പല പാഠങ്ങളും പഠിച്ചെടുത്തു. ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇനി എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഒക്കെ തുടങ്ങാമെന്ന്. ഈ വീട്ടുവേല ഉപേക്ഷിക്കണം. അടുത്ത ദിവസം അവൾ തന്റെ BMW കാർ എടുത്ത് ഒരു ബിസിനസ്സുകാരന്റെ വീട്ടിൽ ചെന്നു. അവളുടെ വണ്ടിയൊക്കെ കണ്ടപ്പോ അയാൾക്ക് തോന്നി ഗീത വലിയ ഒരു ബിസിനസ്സുകാരിയാണെന്ന്. അയാൾ വളരെയധികം മര്യാദയോടെ അവളോട് സംസാരിച്ചു. ഹലോ മാം. ഹലോ സർ, താങ്കളുമായിട്ട് ബിസിനസ് ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനും ഒരു ബിസിനസ് പാർട്ണറെ നോക്കുകയായിരുന്നു, എന്റെ കൂടെ ചേർന്ന് എന്റെ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഗീത അയാൾക്ക് ഒരു ഫയൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് നോക്കൂ സർ, എന്റെ കയ്യില് ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. അതിലൂടെ പോയാൽ താങ്കളുടെ കമ്പനിക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. അയാൾ ആ ഫയൽ തുറന്നു നോക്കി. കുറച്ചധികം സമയമെടുത്ത് അത് വായിച്ചു നോക്കി. നോക്കൂ മാഡം, ഞാൻ നിങ്ങളുടെ ഫയൽ മുഴുവൻ വായിച്ചു നോക്കി. എനിക്ക് തോന്നുന്നത് ഈ ഐഡിയ ഞങ്ങളുടെ കമ്പനിക്ക് വളരെ നല്ലതായിരിക്കുമെന്ന്. അതുകൊണ്ട് മാഡത്തിന് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാമെന്ന എന്റെ തീരുമാനം. പിന്നെ എന്റെ കൂടെ ബിസിനസ് പാർട്ണർ ആയിക്കോളൂ. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ കമ്പനി വലിയ ഉയരങ്ങളിലെത്തിക്കാം. ബിസിനസ്സുകാരൻ പറയുന്നത് കേട്ട് ഗീതയ്ക്ക് ഒരുപാട് സന്തോഷമായി. താങ്ക് യു സർ. ഒത്തിരി സന്തോഷത്തോടെ ഗീത അന്ന് തന്നെ കമ്പനിയിൽ ജോയിൻ ചെയ്തു. അവൾ രാവും പകലും കഷ്ടപ്പെട്ടു. അതിരാവിലെ ഉണർന്ന ജോലിക്ക് പോയിട്ട് രാത്രി മുഴുവനുമായിരുന്ന് ജോലി ചെയ്തു. ചില ദിവസങ്ങളിൽ ജോലി തീർക്കുന്നതിനു വേണ്ടി ഓഫീസിൽ തങ്ങുകയും ചെയ്തു പോന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആ കമ്പനി വളർന്ന് ബിസിനസ് വലുതായി. ഒരുപാട് പണം അവൾ സ്വന്തമാക്കി. തന്റെ ബിസിനസ് വലുതാക്കുന്നതിന്റെ ഭാഗമായി ഒരു BMW ഷോറൂം കൂടി അവൾ തുടങ്ങി. ബിസിനസ്സിൽ നിന്നും ലാഭം കിട്ടുന്നതിനനുസരിച്ച് BMW കാറിന്റെ പുതിയ മോഡലുകൾ അവൾ വാങ്ങിക്കൊണ്ടിരുന്നു. ഒരു വർഷത്തിനുള്ളിൽ അവളുടെ സ്വന്തം പേരിൽ ആ പട്ടണത്തിൽ ഒരു വലിയ BMW ഷോറൂം കൂടെ ഉണ്ടാക്കി. ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരന് BMW കാർ വാങ്ങണമെങ്കിൽ അയാൾ ഗീതയുടെ ഷോറൂമിൽ നിന്നും വാങ്ങുമായിരുന്നു. ഗീത അങ്ങനെ അവളുടെ നാട്ടിൽ BMW ഗീത എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി. അങ്ങനെ തിരക്ക് കൂടിയപ്പോൾ അവൾ അവളുടെ വീട്ടിൽ ജോലിക്കായി ഒരു സെർവന്റിനെ നിർത്തി. അവര് വളരെ ദൂരെയാണ് താമസിച്ചിരുന്നത്. അവളുടെ വീട്ടിലേക്ക് വന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ താക്കോല് പിടിക്ക്, നാളെ മുതൽ ജോലിക്ക് കാറിൽ വന്നാ മതി. ഗീത അവളുടെ വേലക്കാരിക്ക് ഒരു BMW കാർ സമ്മാനമായി കൊടുത്തു. പിന്നീട് ആ വേലക്കാരി ഗീതയുടെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്നത് സ്വന്തം BMW തന്നെയായിരുന്നു. അങ്ങനെ ആ വേലക്കാരിയും BMW വേലക്കാരി എന്ന പേരിൽ തന്നെ പ്രശസ്തിയായി.